പ്രിയമുള്ള പ്രേക്ഷകരെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സുനഭായോഗമെന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫലത്തെപ്പറ്റിയും നാം ചർച്ച ചെയ്തു. ഇനി പഞ്ചഗ്രഹങ്ങൾ ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ സുനഭായോഗ കർത്താവായി വന്നാലുള്ള ഫലത്തെപ്പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ ചൊവ്വാഗ്രഹം വന്നാലുള്ള സുനഭായോഗത്തിൻ്റെ ഫലമാണ് നാം ഇവിടെ നിരൂപണം ചെയ്യുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, സുനഭായോഗത്തിൽ സൂര്യനില്ല. 2ാം ഭാവത്തിലോ 12ലോ സൂര്യനില്ല. സൂര്യനുണ്ടെങ്കിൽ അവിടെ ഈ സുനഭായോഗമോ അനഭായോഗമോ ദുരുദുരായോഗമോ കേമദ്രുമയോഗമോ പ്രവർത്തിക്കുകയില്ല എന്ന അടിസ്ഥാന തത്വം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇവിടെ ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ ചൊവ്വ ഒരു സുനഭായോഗ കർത്താവായി വരുമ്പോൾ ഉള്ള ഫലത്തെയാണ് നാം ചിന്തിക്കുന്നത്. ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ മഹീജേ. മഹീജൻ ചൊവ്വ ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ വന്നാൽ ആ സുനഭായോഗത്തിൻ്റെ ഫലം എന്താകുന്നു? ഉത്സാഹ ശൗര്യ ധന സാഹസവാൻ. അയാൾ അങ്ങേയറ്റം ഉത്സാഹശാലിയായിരിക്കും. ശൗര്യം അദ്ദേഹം വളരെയധികം ആ ചൊവ്വയുടെ സത്വഗുണം ശൂരത പ്രകടിപ്പിക്കുന്നതാണ്. അയാൾ ധനികനായി മാറുന്നു. സാഹസവാൻ ച ഭവതി. അയാൾ സാഹസക്കാരനാകുന്നു. എന്താണ് സാഹസവാൻ എന്ന സംസ്കൃത അല്ലെങ്കിൽ ജ്യോതിഷവാക്കിന് അർത്ഥമെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. യത്കാര്യന്തു യഹ അസമീക്ഷ കരോതി സഹ സാഹസവാൻ. ആരാണോ ആലോചിക്കാതെ എടുത്തു ചാടുന്നത് അദ്ദേഹമാകുന്നു സാഹസവാൻ. ഇവിടെ ചൊവ്വ സ്വതവേ ഒരു സാഹസികനാണ്. സാഹസികതയുടെ പര്യായമാകുന്നു ചൊവ്വ. അതിനാൽ പലപ്പോഴും എടുത്തു ചാടി ആലോചിക്കാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന ഒരു ദോഷം ഈ സുനഭായോഗത്തിന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു യോഗമാകുന്നു ചന്ദ്രൻ്റെ 2ൽ ചൊവ്വ നിൽക്കുമ്പോൾ. അത് പലപ്പോഴും ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ ചൊവ്വ നല്ല രാശിയിൽ ഉച്ചസ്ഥനായ മകരൻ രാശിയിലോ അല്ലെങ്കിൽ മൂലക്ഷേത്രമായ മേടൻ രാശിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ നിന്നാലോ നല്ല അനുകൂലമായ ഫലം തന്നെയായിരിക്കും ഈ സുനഭായോഗം പ്രദാനം ചെയ്യുക. നമസ്തേ.